ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും ബാച്ചിലേഴ്സിനുമൊക്കെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് തീരെ നാടനല്ല കേട്ടോ. കർണാടകയിലെ ചില സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു നാടൻ ഭക്ഷണമാണ്. നമ്മുടെ കല്ലേപ്പരത്തി ഗോതമ്പടയില്ലേ, അതുപോലെയൊക്കെ ഇരിക്കും. പക്ഷെ ഗോതമ്പ് പൊടിക്ക് പകരം ഇതിൻ്റെ അത് റവയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലുള്ള ചേരുവകളിൽ അല്പസ്വല്പ വ്യത്യാസങ്ങളും ഉണ്ട്. നേരെ വീഡിയോയിലേക്ക്. 1 കപ്പ് വറുത്ത റവ, 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1 മീഡിയം തക്കാളിപ്പഴം, 1 ചെറിയ സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ഉപ്പ്, നെയ്യ്, വെള്ളം. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയും പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, തക്കാളിപ്പഴം. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. റവ, തേങ്ങ, പച്ചമുളക്, സവാള, മല്ലിയില, കറിവേപ്പില, തക്കാളിപ്പഴം, ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഈ തക്കാളിപ്പഴത്തിൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങാനായിട്ട് നല്ല കൈകൊണ്ട് തന്നെ നല്ല തിരുമ്മി വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുന്ന രീതി ഉണ്ടല്ലോ, അതുപോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ. തക്കാളിപ്പഴത്തിൻ്റെ വെള്ളവും സവാളയുടെ ഒക്കെ നീരിറങ്ങുന്നത് കൊണ്ട് അധികം വെള്ളമൊന്നും ഇതിൻ്റെ അകത്ത് ആവശ്യം വരികയില്ല. അതുകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ ഉരുണ്ടിരിക്കണം, ആ പരുവത്തിലായിരിക്കണം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടായൊരു പാനിലേക്ക് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണേ. എന്നിട്ട് ഇതുപോലെ കല്ല് ചൂടായി കഴിഞ്ഞ് തീ ഒന്ന് കുറച്ച് വെക്കണം. ഇത് റവയായതുകൊണ്ട് ഒരല്പം ഷേപ്പ് കിട്ടാനൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് വരുവേ. നമ്മുടെ കല്ലേപ്പരത്തി അടയുണ്ടല്ലോ, അതുപോലെ ഒക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുക്കണേ. അപ്പം നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു വശം ഒന്ന് വെന്ത് വരട്ടെ. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. ഇതിലേക്ക് അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. ഇത് ഇനിയൊന്ന് മറിച്ചിടാം. ഈ സൈഡിലും കൂടെ അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. ഇത് ഉത്തര കർണാടകത്തിലെ ഒരു നാടൻ ഭക്ഷണമാണ്. നമ്മുടെ ഇവിടുത്തെ കല്ലേപ്പരത്തി പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊന്ന് 2 മിനിറ്റ് ഇനി അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഇതിന് പല പേരുകളിലാണ് ഇത് കർണാടകത്തിൽ അറിയപ്പെടുന്നത്. സഗിത റൊട്ടി എന്നും സജ്ജിത റൊട്ടി എന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാനിതിന് സജ്ജിത റൊട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. കാരണം സജ്ജിത എന്ന ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നൊരു റെസിപ്പിയാണ്. നമ്മുടെ സജ്ജിത റൊട്ടി വളരെ പെട്ടെന്ന് റെഡിയായി. നമുക്കത് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ജോലിക്കാർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു ഭക്ഷണമാണ് ഈ റൊട്ടി. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കറി കൂട്ടിയും ചായയുടെ കൂടെ കറി കൂട്ടാതെ ചെറു ചൂടോടെയും കഴിക്കാൻ പറ്റും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.